സ്തോത്രം ദൈവം നിങ്ങൾ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു മരം അത് വളർന്നു നല്ല പന്തലിച്ച് നല്ല തണലും നല്ല ആര് കണ്ടാലും അതിനെ ഇഷ്ടപ്പെടും. പെട്ടെന്ന് ആ മരത്തിൻ്റെ കീഴിൽ പോയിരിക്കാനേ നോക്കൂ. കുറച്ച് മാസം കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ അങ്ങനെ ഒരു മരമേ അവിടെ ഉണ്ടെന്നുള്ള സംഭവമേ അവിടെ ഇല്ല. എല്ലാം വെട്ടി ദൂരെ കളഞ്ഞു. ഇതാരിങ്ങനെ ചെയ്തേ, ഇതാരിത് ചെയ്തെന്ന് ആരും ചോദിക്കുന്നില്ല. പക്ഷെ എങ്കിലും മനസ്സിനകത്ത് ഇതാരാ ഇങ്ങനെ ചെയ്തത്? ഇതേപോലെയാണ് സാത്താൻ്റെ തന്ത്രം. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രസംഗിക്കുകയും ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുകയും ഭയങ്കരമായിട്ട് അഭിഷേകത്താൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്ത നിങ്ങളെ ഇപ്പോൾ ആ അഭിഷേകം എവിടെ? ഇപ്പോൾ ആ വചനധ്യാനം എവിടെ? ഇപ്പോൾ ആ അന്യഭാഷയുടെ യുദ്ധം എവിടെ? മുമ്പ് നമ്മൾ എപ്പോഴും പറയുന്നൊരു പദമാണ്, ഇപ്പോൾ എനിക്ക് പഴയതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പഴയതുപോലെ ദൈവവചനം വായിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് മുഴുവനും കോപിക്കാൻ പറ്റുന്നുണ്ട്, ആവശ്യമില്ലാത്ത ചിന്തകൾ വരുന്നുണ്ട്, കുടുംബത്തിനകത്ത് കലഹം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, സഭയ്ക്കകത്ത് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, സഭ പാസ്റ്ററിന് നേരെ അപവാദം പറയാൻ പറ്റുന്നുണ്ട്, സഭ അകത്ത് ആരാധന നടക്കുമ്പോൾ മൊബൈലിൽ ഇപ്പുറത്ത് മാറിയിരുന്ന് മെസ്സേജ് വിടാൻ പറ്റുന്നുണ്ട്, കളിക്കാൻ പറ്റുന്നുണ്ട്, എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. മുമ്പ് ദൈവത്തെ ഭയം ഉണ്ടായിരുന്നു മനസ്സിനകത്ത്. ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സ്തോത്രം ദൈവം കാണുന്നുണ്ടെന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ പരിശുദ്ധാത്മാവുണ്ട്, എനിക്ക് ഇന്നത് സംസാരിക്കാൻ പാടില്ല, ഇന്നത് ചിന്തിക്കാൻ പാടില്ല, ഞാനൊരു ദൈവ പൈതലാണെന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. അതുകൊണ്ടാണ് സാത്താൻ്റെ തന്ത്രങ്ങളെ അറിയാഞ്ഞവരല്ലോ എന്ന് പറഞ്ഞത്. അവൻ നിന്നെ സ്തോത്രം ഒരു ദിവസം കൊണ്ടവൻ നിന്നെ വീഴ്ത്തത്തില്ല. എന്നാൽ വീഴ്ത്താൻ പറ്റും, പക്ഷെ അവൻ ചെയ്യത്തില്ല തന്ത്രപരമായി. അതുകൊണ്ടാണ് ഞാൻ ആ മരത്തിൻ്റെ കാര്യം പറഞ്ഞത്. ആ മരം സ്തോത്രം ആദ്യം അതിൻ്റെ കൊമ്പുകളെ ജസ്റ്റ് ഒന്ന് വെട്ടിക്കളഞ്ഞു, ചില്ലകളെ വെട്ടി, ഓരോ കവരങ്ങളെ വെട്ടി, അടിത്തറ വരെയും തോണ്ടി. ഒരു ചെറിയ കൊമ്പ് വെട്ടുമ്പോൾ പോലും സ്തോത്രം നമ്മൾ ശ്രദ്ധിക്കാറില്ല. കാരണം ഈ മരം ഒത്തിരി വളർന്നുപോയി. എന്നതുപോലെ ഒരു സഭ, ഒരു പാസ്റ്റർ, ഒരു പ്രാർത്ഥനക്കാരൻ ഒരു ദേശത്ത് ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠം, യഹോവയ്ക്ക് വേണ്ടി ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠം പണിയാൻ ഒരു ഏലിയാവ് എണീറ്റ് നിന്നതുപോലെ ദൈവം നിന്നെ ഉപയോഗിക്കുന്നുവെന്ന് സാത്താന് നന്നായിട്ടറിയാം. ഹല്ലേലൂയ, സ്തോത്രം. സാത്താൻ അത് നന്നായിട്ട് അറിയാം. നിന്നെക്കൊണ്ട് ആ ദേശത്തിലെ കുടിയിരിപ്പുകളെ വേരോടെ പിഴുതെറിയുമെന്ന് നന്നായിട്ടറിയാം. പക്ഷേ നിൻ്റെ സ്വഭാവ രീതി, നീ പ്രാർത്ഥന കഴിഞ്ഞാൽ, നീ ഉപവാസം കഴിഞ്ഞാൽ, നീ ദൈവവചന ധ്യാനം കഴിഞ്ഞാൽ, നിൻ്റെ സീക്രട്ട് വിഷയത്തിനകത്ത് സാത്താൻ പ്ലാനിട്ട് വെച്ചിരിക്കുകയാണ്, നിൻ്റെ സീക്രട്ട് വിഷയത്തിനകത്ത്. അതുകൊണ്ടാണ് ശകുലിനോട് പറഞ്ഞത്, നീ മുഴുവനും യുദ്ധം ചെയ്ത് ആ ദേശത്തെ നശിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള കാളകളെല്ലാം വിളിച്ചുകൊണ്ട് വന്നു. ഇത് യഹോവയ്ക്ക് യാഗം കഴിപ്പാനെന്ന് പറഞ്ഞു. ശമൂവേലൊന്ന് ചോദിച്ചു, ഇതെന്തുവാടാ ഈ ശബ്ദം കേൾക്കുന്നതെന്ന് കേട്ട് പറഞ്ഞു, അത് യഹോവയ്ക്ക് യാഗം കഴിക്കാൻ. തന്ത്രപരമായിട്ട് ദൈവത്തിൻ്റെ യുദ്ധത്തിൽ നിന്നും ശകുലിനെ തന്ത്രപരമായിട്ട് മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവനാമത്തിൽ ഒരു കാര്യം ശ്രദ്ധിച്ച് കേട്ടോ, നീ എണീറ്റാലേ പറ്റൂ, നീ എണീറ്റാൽ. അതുകൊണ്ടാണ് യേശു പള്ളിപ്രമാണിയോട് പറയുന്ന ആ വാക്ക് നീ കേൾക്കണ്ട, മകൾ മരിച്ചുപോയി എന്നാണ് പറഞ്ഞത്. നീ ആ വാക്ക് കേൾക്കണ്ട. ഏതോ ഒരു വാക്ക് കേട്ട്, ഏതോ ഒരു വിഷയം കേട്ട്, ഏതോ ഒരു സംഘടനയുടെ സംഭവം കേട്ടൊക്കെ നീ തളർന്നിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്ന, നീ എണീറ്റുക. അണലി ചുറ്റി കടിച്ചു, പക്ഷേ പൗലോസ് തീക്കകത്ത് കുടഞ്ഞിട്ടു. ഒത്തിരി പേര് അവിടെ സംസാരിക്കുന്നുണ്ട്, അതൊന്നും പൗലോസ് കേൾക്കുന്നില്ല. പക്ഷേ ഈ 2026 പരിശുദ്ധാത്മാവ് ഏതോ പാസ്റ്റേഴ്സിനോട്, ഏതോ നന്നായി പ്രാർത്ഥിക്കുന്നവരോട്, ഏതോ ദേശത്തിന് വേണ്ടി കരയുന്നവരോട് സ്വർഗത്തിലെ ദൈവം പറയുന്നു, നിന്നെ വിളിച്ചത് യേശുവാ, ഒരു മനുഷ്യനല്ല, ഒരു പാസ്റ്ററല്ല, ഒരു സഭക്കാരല്ല. നിന്നെ വിളിച്ചത് യേശുവാ. നീ മടങ്ങിവ. മുടിയനായ പുത്രൻ മടങ്ങി വന്നതുപോലെ നീ മടങ്ങിവ. നിന്റെ മടങ്ങി വരവിന് ദൈവം കാത്തിരിപ്പുണ്ട്. നിന്നെക്കൊണ്ട് എന്ത് ചെയ്യുവാൻ ദൈവം ആഗ്രഹിച്ചോ അത് തന്നെ ദൈവം നിന്നെക്കൊണ്ട് ചെയ്തിരിക്കും. മറ്റൊരാളെ കൊണ്ട് ചെയ്യത്തില്ല. മടങ്ങിവ. സാത്താൻ്റെ തന്ത്രത്തിൽ കുടുങ്ങരുത്. നീ എണീറ്റ് പ്രകാശിക്കുക. ദൈവം നിങ്ങൾ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ.